ഖുർആൻ അദ്ദിക്റാണ്. ഈ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുന്നത് കാഫിറുകൾ എന്നാണ്. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യും കൂലി കിട്ടാൻ വേണ്ടി. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അൽ കഹ്ഫ് സൂറത്തിന്റെ ആശയം ഒന്ന് വായിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വഅറദ്നാ ജഹന്നമ യൗമഇദിൽ ലിൽ കാഫിരീന അറളാ. കാഫിരീങ്ങളിലേക്ക് ജഹന്നം എന്ന നരകത്തെ നാം കൊണ്ടുവരും. കാഫിർ കേട്ടപ്പോൾ വിചാരിച്ചു ഹിന്ദുക്കളിലേക്കായിരിക്കും കൊണ്ടുവരുന്നതെന്ന്, ക്രിസ്ത്യാനികളിലേക്കായിരിക്കും കൊണ്ടുവരുന്നതെന്ന് നാം കരുതി പോകുന്നു. കാരണം കാഫിറുകളിലേക്ക് നരകത്തെ അടുപ്പിക്കുമെന്നല്ലേ അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു ആ കാഫിറുകൾ ആരെന്ന് വിശദീകരിക്കുന്നു. അല്ലദീന കാനത അയ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി വകാനൂ ലാ യസ്തതീഊന സംആ. എന്റെ ഈ അദ്ദിക്റിൽ നിന്ന്, ഈ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് ആരുടെ കണ്ണുകൾക്കാണോ മൂടി വന്നു പോയിട്ടുള്ളത്, ആരുടെ കാതുകൾക്കാണോ അത് കേൾക്കാൻ കഴിയാതെ പോയത്, വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ കാണാതെ പോയ കാഫിറുകൾ ആരാണോ, വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളിൽ നിന്ന് കാതുകൾ തിരിച്ചു കളഞ്ഞ കാഫിറുകൾ ആരാണോ, ആ കാഫിറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിനെ നാം അടുപ്പിക്കും. ആരായി കാഫിർ? ഏതാണ് ഈ കാഫിർ? ഹിന്ദുക്കളാണോ? ഹിന്ദുക്കളുമാകാം, ക്രിസ്ത്യാനികളുമാകാം, യഹൂദ നസാറാക്കളുമാകാം. അത് മാത്രമാണ് ആകുള്ളൂ. വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ അള്ളാഹു വിശേഷിപ്പിക്കുന്ന പേരെന്താ? മുജാഹിദ് പറയുന്നല്ല, അള്ളാഹു പറയുന്നതാണ്. അദ്ദിക്ർ എന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വേദഗ്രന്ഥത്തെ 100ഓളം സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ഈ വേദഗ്രന്ഥത്തിന്റെ ആശയത്തിനാണ് അദ്ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി സ്മരിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് ആകെയുള്ള മാർഗം ഈ വേദഗ്രന്ഥവും ആ വേദഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ്. ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫിറുകളിലേക്ക്, അതിന്റെ ആശയത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫിറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിനെ നാം അടുപ്പിക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹ് ഈ പറഞ്ഞ കാഫിറിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ, ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പഠിക്കാന്ന, ഖുർആൻ പഠിച്ചാൽ നമുക്ക് ആകെ തിരിയുന്നത് അള്ളാഹുവിനെ പറ്റിയിട്ടാണ്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകളാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച പറ്റിയവർക്ക് ഉണ്ടാകേണ്ടി വരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ്. അള്ളാഹുവിന്റെ കടപ്പാടുകൾ പാലിച്ചവർക്ക് അനുഭവിക്കാൻ പോകുന്ന ശാശ്വതമായ സുഖ സൗകര്യങ്ങളുമാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫറുകൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ കാഫറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിനെ നാം അടുപ്പിക്കും. വീണ്ടും അല്ലാഹു പറയുന്നു, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പണ്ഡിതന്മാരെ കൊണ്ടുവരും, എന്നിട്ട് ദുആ അർപ്പിക്കും. എന്തിനാ ദുആ അർപ്പിക്കുന്നേ? ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാകണം, ഉമ്മയുടെ ഖബർ സന്തോഷത്തിലാകണം, ഖബർ ജീവിതം ശോഭനമാകണം, സ്വർഗീയ കവാടങ്ങൾ എന്റെ ഉമ്മയുടെ ഖബറിലേക്ക് തുറക്കപ്പെടണം, എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണം. എന്റെ ഉമ്മയും ഉപ്പയും എന്റെ സഹധർമ്മിണിയും എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എന്റെ സഹോദരങ്ങളും സ്വർഗീയ ആനന്ദങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നാം തൽഖീനോതുന്നു. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ഇറക്കുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി നാം അടിയന്തരം നടത്തുന്നു, ഏഴ് കഴിക്കുന്നു, കണ്ണൂക്ക് കഴിക്കുന്നു, പലതരത്തിലുള്ള ആചാരങ്ങളും കഴിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ മനുഷ്യന്റെ സഹോദരന്റെയും സഹോദരിയുടെയും ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ, ഈ കിടക്കുന്ന സഹോദരന്റെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ചുറ്റും കൂടി നിൽക്കുന്ന മക്കൾ ആമീൻ പറയുന്നു. നമുക്ക് സന്തോഷമായി, നമ്മുടെ ഉപ്പയുടെ ഖബർ സ്വർഗത്തോപ്പായി എന്ന് നമ്മൾ ധരിക്കുന്നു, ഉമ്മയുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമായി എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനേ, ഖബർ സ്വർഗ പൂന്തോപ്പാവാൻ എന്താണ് മാർഗമുള്ളത്? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമുള്ളത്? വേറൊരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കലാണ് അതിനുള്ള മാർഗം. അടിയന്തരം നടത്തിയതുകൊണ്ട്, 40 കഴിച്ചതുകൊണ്ട്, കണ്ണോക്ക് കഴിച്ചതുകൊണ്ട്, ആണ്ട് നേർച്ച നടത്തിയതുകൊണ്ട്, പള്ളിയിലെ ഉസ്താദിനെയും മുക്രിയെയും വിളിച്ചുകൊണ്ടുവന്ന് ദുആ ഇറപ്പിച്ചതുകൊണ്ട്, ഖബറിന്റെ മുകളിൽ ഇരുന്ന് തൽഖീൻ ഓതിയതുകൊണ്ട് ഖബർ ജീവിതം സന്തോഷകരമാവുകയില്ല. അല്ലാഹു പഠിപ്പിക്കുന്നു, വമൻ അറള അൻ ദിക്രി, ആരാണോ എന്റെ ഈ അദ്ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്,
ഈ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, അവന് ഇടുങ്ങിയതായ ജീവിതമുണ്ട്, അവന്റെ ഖബറിൽ അവനെ ഇടുക്കും. തുടർന്ന് അല്ലാഹു മഹ്ശറയെ പറ്റിയാണ് പറയുന്നത്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖിയാമത്ത് നാളിൽ അവൻ അന്ധനായി ഒരുമിച്ച് കൂടുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ അവൻ അന്ധനായി കൊണ്ട് അല്ലാഹു കൊണ്ടുവരും. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും അള്ളാഹുവിനെ സ്മരിക്കാനും നമ്മുടെ മുന്നിൽ ആകെയുള്ള മാർഗം ഈ വേദഗ്രന്ഥമാണ്, അദ്ദിക്റാകുന്ന പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ ഖബറിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. മഹ്ശറയിൽ അന്ധന്മാരായി നമ്മൾ കടന്നു വരും. അള്ളാഹു പറയുന്നു, ആ സമയത്ത് അന്ധനായി കടന്നു വരുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, എന്താ പറയുന്നത്? റബ്ബി ലിമ ഹശർതനി അഅമാ, എന്തിനാണ് റബ്ബേ നീ എന്നെ അന്ധനായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. മുഹീദ്ദീൻ മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. റിഫായി മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. നഫീസത്തു മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. ബദർ മൗലൂദ് ചൊല്ലാനും പറയാനും പഠിക്കാനും എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. നിന്റെ ഖുർആനിന്റെ ആശയം പഠിക്കാൻ മാത്രമാണല്ലോ എനിക്ക് കാഴ്ചയില്ലാതിരുന്നത്. എന്റെ കാഴ്ചയെ ഞാൻ ഉപയോഗപ്പെടുത്താതിരുന്നത്, എന്റെ കേൾവിയെ ഞാൻ ഉപയോഗപ്പെടുത്താതിരുന്നത്. ബാക്കിയുള്ളതൊക്കെ കാണാൻ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, എന്റെ ചെവിക്ക് കാതിന് കേൾവി ശക്തി ഉണ്ടായിരുന്നുവല്ലോ. എന്തിനാണ് നീ ഈ മഹ്ശറയിൽ എന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത് നാഥാ? എന്തിനാണ് നീ ഇവിടെ എന്നെ അന്ധനായി കൊണ്ടുവന്നത് അല്ലാ? ആ സമയത്ത് അല്ലാഹു പറയുന്ന മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ, നിന്നിലേക്ക് നമ്മുടെ ആയത്തുകൾ വന്നില്ലയോ? നമ്മുടെ ഖുർആൻ, എന്നെ പറ്റി മനസ്സിലാക്കാനുള്ള ഖുർആൻ, എന്നോടുള്ള കടമകൾ പഠിപ്പിക്കുന്ന ഖുർആൻ, എന്നോടുള്ള കടമകൾ പാലിച്ചവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാകുന്ന സ്വർഗത്തെ പറ്റി വിവരിക്കുന്ന ഖുർആൻ, എന്നോടുള്ള കടമകൾ പാലിക്കാത്തവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ വിവരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നീ വന്നില്ലയോ, നിന്നിലേക്ക് വന്നില്ലയോ? നീ അതിനെ അവഗണിച്ച് ജീവിച്ചില്ലേ? കദാലിക്കൽ യൗമ തുൻസാ, അപ്രകാരം നിന്നെ ഞാൻ അവഗണിച്ചിരിക്കുന്നു. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക, വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ആശയം പഠിച്ചെങ്കിലേ നമുക്ക് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകൾ പഠിപ്പിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകൾ പാലിച്ചവരെ പറ്റിയും അവർ അനുഭവിക്കാൻ പോകുന്ന സൗകര്യങ്ങളെ പറ്റിയിട്ടും അവർ അനുഭവിക്കാൻ പോകുന്ന സുന്ദരമായ സ്വർഗീയ ജീവിതത്തെയും വിവരിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളും കഠിനമായ ശിക്ഷയും വിവരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, അതിന്റെ ആശയം അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഖബറിൽ നമ്മളെ ഇടുക്കപ്പെടുന്നു. ഖബർ നരകത്തിന്റെ കുണ്ടായി മാറുന്നു. മഹ്ശറയിൽ അന്ധന്മാരായി നമ്മൾ ഒരുമിച്ച് കൂടേണ്ടി വരുന്നു. മഹ്ശറയിൽ അന്ധന്മാരായി കടന്നു വരേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹു ഖുർആനിനെ പരിചയപ്പെടുത്തുന്ന അദ്ദിക്ർ എന്നാണ്. ഈ ഖുർആനിന്റെ ആശയത്തിലൂടെ വേണം നമ്മൾ അള്ളാഹുവിനെ സ്മരിപ്പിക്കാൻ. ഖുർആനിന്റെ ആശയത്തിലൂടെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്നില്ലാതെയാകുന്നുവോ അന്നായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. കേവലം അള്ളാഹ് എന്ന് പറയുന്ന മനുഷ്യനല്ല, സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച എന്തെങ്കിലും ഒരു അള്ളാഹ് എന്ന് പറയുന്ന മനുഷ്യനല്ല. കാരണം അറേബ്യൻ നാടുകളിലൊക്കെ പോയാലും അള്ളാഹുവിന് ക്രിസ്ത്യാനികളും യഹൂദികളും ഒക്കെ പറയുന്ന പേര് അള്ളാഹ് എന്ന് തന്നെയാണ്. അപ്പൊ അള്ളാഹ് എന്ന പേരവര് പറയും. പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തപ്പെടുന്ന അള്ളാഹുവിനെ ഖുർആനിന്റെ ആശയത്തിലൂടെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എന്ന് ഇല്ലാതെയാകുന്നു അന്നായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യമുണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഖുർആനിനെ ഈ രൂപത്തിൽ നമ്മൾ കാണണം. അദ്ദിക്റാണ് ഖുർആൻ. അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്, അള്ളാഹുവിനെ പറ്റി അറിയേണ്ടതും പഠിക്കേണ്ടതും ഈ ഖുർആനിന്റെ ആശയത്തിലൂടെയാണ്.